കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയായ പീതാംബരന്റെ കുടുംബത്തെ കണ്ട കാര്യം സ്ഥിരീകരിച്ച സിപിഎം. മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ, ലോക്കൽ സെക്രട്ടറി എൻ. ബാലകൃഷ്ണൻ, പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരാണ് പീതാംബരന്റെ കുടുംബത്തെ സന്ദർശിച്ചത്. എന്നാൽ പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും തെറ്റ് ചെയ്യാത്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാണ് പോയതെന്നും മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ ന്യൂസ് 18 പറഞ്ഞു. പീതാംബരന്റെ അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതിനും അപ്പുറം ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായ സഹായ വാഗ്ദാനമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളോ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പീതാംബരനാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്, അല്ലാതെ വീട്ടിലെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മക്കളുമൊന്നും കേസിൽ പ്രതിയല്ല. അവർക്കാരുടെയും നിയമസഹായത്തിൻ്റെ ആവശ്യവുമില്ല. മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ എന്നുള്ളതിനപ്പുറത്ത് ഇതിനെ രാഷ്ട്രീയമായി കാണുന്ന ഒരു രീതിയാണ് മാറ്റേണ്ടത്. ഈ സ്ഥലങ്ങളെല്ലാം പാർട്ടി നേതാക്കന്മാർ സന്ദർശിക്കണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി മനു ഭരത് കാസർഗോഡ് ചേരുന്നു. മനു, കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്നു, പണം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നും പറയുന്നു. എങ്ങനെയാണ് ഈ സന്ദർശനത്തെ ന്യായീകരിക്കുന്നത് നേതാവ്? രേണുക, ഒരു കാര്യം വ്യക്തമാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ഇങ്ങോട്ടേക്കോ മറ്റൊരു CPM നേതാവും പോയിട്ടില്ല. പീതാംബരന്റെ വീട്ടിൽ വ്യാപകമായ ആക്രമണം നടന്നിട്ടും CPM നേതാക്കൾ അങ്ങോട്ടേക്ക് പോയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുടുംബം നമ്മുടെ ന്യൂസ് 18 ഉൾപ്പെടെ മാത്രവുമല്ല പീതാംബരൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, മനു പറയുന്നത് വ്യക്തമാകുന്നില്ല. മനുവിലേക്ക് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പീതാംബരന്റെ കുടുംബത്തെ കണ്ട കാര്യം CPM സ്ഥിരീകരിക്കുകയാണ്. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ പ്രതിയായ പീതാംബരന്റെ കുടുംബത്തെ കണ്ട കാര്യം സ്ഥിരീകരിച്ച് മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ രംഗത്തു വന്നു. ലോക്കൽ സെക്രട്ടറി എൻ. ബാലകൃഷ്ണൻ, പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരാണ് പീതാംബരന്റെ കുടുംബത്തെ സന്ദർശിച്ചത്. പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും തെറ്റ് ചെയ്യാത്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാണ് പോയതെന്നും മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ ന്യൂസ് 18 പറഞ്ഞു. മനു ഭരത് തുടരുന്നുണ്ട്. മനു, പറയാം. രേണുക, ഈ സംഭവം നടന്ന് പീതാംബരൻ അറസ്റ്റിലായി, അദ്ദേഹത്തിന്റെ വീട് തകർത്തു. പക്ഷേ ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അങ്ങോട്ടേക്ക് പോകാത്ത CPM ഈ പീതാംബരന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് പുറകെയാണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിയത്. കാരണം ഇതുവരെ അങ്ങോട്ടേക്ക് ചെല്ലാതിരുന്നവർ പെട്ടെന്ന് കുടുംബത്തെ സമാശ്വസിപ്പിക്കാനായി അങ്ങോട്ട് ചെല്ലുന്നു. കുടുംബാംഗങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നത്, ഈ പീതാംബരൻ ഒറ്റയ്ക്ക് ഈ കൊലപാതകം ചെയ്യാനാവില്ല. അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിരുന്നു, സ്റ്റീൽ റോഡാണ് കയ്യിലിട്ടിരുന്നത്, അതിന് ശേഷമുണ്ട് പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. ഇതെല്ലാം 15-ാം തീയതി കഴിഞ്ഞ 15-ാം തീയതിയാണ് അഴിച്ചത്. പിന്നീട് അടുത്ത ദിവസം ഇത്തരം ഒരു ആളെ മാരകമായി വെട്ടിപ്പരിക്കേൽക്കാനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന്റെ കൈക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബാംഗം പറഞ്ഞു. ഇത്തരത്തിൽ അവരുടെ വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ 3 CPM നേതാക്കളും നേരെ ഈ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിച്ചത്. ഏതായാലും എല്ലാ പിന്തുണയും അവർ വാഗ്ദാനം ചെയ്തു, അതവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കുടുംബത്തെ സന്ദർശിച്ചത് എന്ന ചോദ്യത്തിന് ഈ കുടുംബത്തിലെ പീതാംബരന്റെ ഭാര്യയോ കുട്ടിയോ അതുപോലെ അമ്മയോ യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ കൈവിടണം എന്ന് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നും MLA വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് താൻ പെരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ N. ബാലകൃഷ്ണനോടൊപ്പം അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർക്കൊപ്പവും ഈ വീട് സന്ദർശിച്ചത് എന്ന് കെ.വി. കുഞ്ഞിരാമൻ പറയുന്നു. എന്നാൽ ഈ പ്രദേശത്ത് മറ്റു പലരുടെയും വീടുകളും സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇവർ സന്ദർശനം നടത്തിയതുമില്ല ഇന്നലെ എന്നതും വ്യക്തമാണ്. പക്ഷേ ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇത് വിപുലമായ ഒരു സന്ദർശനം നടത്തുമെന്നവർ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഇവരുടെ വീട് മാത്രമാണ് സന്ദർശിച്ചത്. ഈ കുഞ്ഞിനെയും, അതായത് പീതാംബരന്റെ മകളെയും ഭാര്യയെയും സംഘം ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവർ ഭയാശങ്കരയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയത് എന്നാണ് മുൻ MLA ന്യായീകരണം. എന്നാൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് MLAയും സംഘവും അവിടെ എത്തുന്നതിന് മുൻപ് വരെ ഇതിൽ പാർട്ടിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന പീതാംബരൻ കുടുംബവും ഇതിനുശേഷം ഉൾവലിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രതികരണത്തിന് തയ്യാറാകാത്ത പോലെ അവർ ഇനി മറ്റൊരു പ്രതികരണത്തിനും അവർ ഇപ്പോൾ പുറത്തു വരുന്നില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞത് മനോവിഷമം കൊണ്ടാണ്, അത് കാര്യമായി ഗൗരവമായി എടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഒരു തിരുത്തലും വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇവർ വരുന്നതിന് മുൻപ് വളരെ മനു, അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിലുള്ള മാറ്റം അവർ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറാണോ, അതോ
അനൌദ്യോഗികമായാണോ അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇവർ സന്ദർശിച്ചതിന് ശേഷം അവർ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അതിലെ കാര്യം. ഇത്രയും നേരം നമുക്കറിയാം, ഇന്നലെ 1 മണിക്കൂറോളം നമ്മളോടെല്ലാം സംസാരിക്കുകയും നമ്മുടെ ലൈവിൽ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്ത ഈ കാര്യങ്ങൾ, ഇത്തരത്തിൽ നിരപരാധിയും കുഞ്ഞിരാമൻ ഇങ്ങനെ കൊല ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ് എന്നൊക്കെ തന്നെ തുറന്നു പറയുകയും ഇതിന് പുറകിൽ പാർട്ടി ഉണ്ടാകും എന്നൊക്കെ തുറന്നു പറയുകയും ചെയ്തിരുന്ന ആളുകൾ പിന്നീട് മാറിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൈരളി ചാനലിനാണ് അവർ ഇത്തരത്തിലൊരു അഭിമുഖം നൽകിയത്. അത് മനോവിഷമം കൊണ്ടാണെന്നാണ്. പിന്നീട് മറ്റാരെയും അവർ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതിന്റെ അർത്ഥം അത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആദ്യം ഇവർ ആരോപണം ഉന്നയിക്കുന്നു. ഉടനെ തന്നെ 3 പാർട്ടി നേതാക്കൾ അവരെ കാണുന്നു. അതിനുശേഷം പിന്നീട് അവർ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായില്ല. നേരത്തെ എടുത്ത പ്രതികരണങ്ങൾ മനോവിഷമം കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കൂട്ടി വായിക്കുമ്പോൾ പീതാംബരന്റെ കുടുംബത്തിന് മുകളിൽ പാർട്ടിക്കെതിരെയുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദമുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. മനു, ഇക്കാര്യത്തിൽ പീതാംബരന്റെ മൊഴി തന്നെ പാർട്ടിയെ രക്ഷപ്പെടുത്താനാണ് എന്ന തരത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോട് കൂട്ടിച്ചേർത്തായിരുന്നു ഈ വീട്ടുകാരുടെ അഭിപ്രായ പ്രകടനം ഇന്നലത്തേത് നമ്മൾ കാണിക്കുകയും അത് കൂട്ടിവായിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ സന്ദർശനത്തിന് പിന്നാലെ കുടുംബം ഉൾവലിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വാഗ്ദാനം അവർക്ക് നൽകി എന്നതാണോ സംശയം? അതാണോ ഉയരുന്ന വിമർശനം? പ്രധാനമായി ഉയരുന്ന ഒരു വിമർശനം, കാരണം പീതാംബരൻ ഇത്തരത്തിൽ ഒരു കേസിൽ കുടുങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് നിയമസഭ, ഇന്നലെ നമ്മൾ കോടതിയിൽ ഇത് കണ്ടതാണ്. കാരണം കുടുംബം പറയുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇത് യാതൊരു വിധത്തിലും ഒരു ഇതില്ലാത്ത നിരാലംബരെ നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുമ്പോഴും കോടതിയിലെത്തുന്ന പീതാംബരന് വേണ്ടി പെട്ടെന്ന് അഭിഭാഷകന് അവിടെ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കോടതിയിൽ കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം തന്നെ പീതാംബരന് പുറകിൽ സഹായമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നതാണ്. ഇത് ഈ കുടുംബാംഗങ്ങൾക്ക് ഇതിനെ പറ്റി വ്യക്തമായ ധാരണയില്ലാതിരുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അവർ ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് അവർക്ക് ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അത് പെട്ടെന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല, സുരക്ഷിതരാണെന്നൊരു ബോധം അവർക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി തെളിയിക്കുന്നത് അവർക്ക് മുകളിൽ ഒരു സമ്മർദ്ദമുണ്ട്, അവരെ സംരക്ഷിക്കാമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു നിയമസഭ. പക്ഷേ മനു, ഇതിൽ CPM നേരിടുന്ന ഏറ്റവും വലിയ വിമർശനവും അതുതന്നെയാണ്. അവർ ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുകയും പിന്നീട് അതിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് CPM-നെതിരെ വീഴുന്ന ഏറ്റവും വലിയ ആക്ഷേപം. മുൻകാലങ്ങളെ മറക്കൂ, ഇപ്പോൾ പറയുന്നത് കേൾക്കൂ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പോലും ആ അനുഭവങ്ങളാണ് പലരെയും ആ നിലയ്ക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്തതും. ആ ഒരു സാഹചര്യത്തിൽ മുൻപ് സ്വീകരിച്ച അതേ നിലപാട് ഇതിലും CPM സ്വീകരിക്കുമോ? സമാനമായ മുൻപുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സമാനമായ ഒരു ചിത്രം തന്നെയാണ് ഈ കല്യാട്ടുമുള്ളത്. കാരണം ഇവിടെയും കൊല ചെയ്യപ്പെടുന്ന രീതി ഒരു പ്രത്യേക തരത്തിൽ തന്നെയാണ്. വളരെ മാരകമായി ആക്രമിക്കപ്പെടുന്നു. പുറത്തുനിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിൽ പരിശീലനം സിദ്ധിച്ച അക്രമികളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള മുറിവുകളാണുള്ളത്. പിന്നീട് പീതാംബരൻ തന്നെ നേരിട്ട് പിടിയിലാകുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പിടിയിലാകുന്നു. പാർട്ടിയുമായി ബന്ധമില്ല, വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇതിന് കാരണമെന്ന തരത്തിലേക്ക് കേസ് ഒതുങ്ങുന്നു. പീതാംബരനിൽ വെച്ച് അന്വേഷണം അവസാനിക്കുന്നു. ഇതിനുശേഷം പെട്ടെന്ന് ആണ് മാധ്യമങ്ങൾ പീതാംബരന്റെ കുടുംബത്തെ സമീപിക്കുന്നത്. പക്ഷേ ഈ ഒരു മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.